വിഷരഹിത പച്ചക്കറിയുടെ സന്ദേശവുമായി അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും നടത്തിവരുന്ന ഓണക്കാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹിമാൻ നിർവഹിച്ചു. നമുക്ക് ഓണം 2-3 ദിവസം കൊണ്ട് നമ്മളെല്ലാവരും ഓണത്തെ വരവേൽക്കാനായി മലയാളികൾ മുഴുവൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല മാർക്കറ്റുകളും സജീവമായി നടക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടു കൂടിയിട്ടുള്ള ഓണച്ചന്ത കിറ്റുകൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് വിവിധ ബ്രാഞ്ചുകളിൽ. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഓണത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് പച്ചക്കറികൾ. ആ പച്ചക്കറികൾ നല്ല രീതിയിൽ നാട്ടിൽ തന്നെ പരമാവധി ഉൽപാദനം നടത്തി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ട് അലനല്ലൂർ പ്രദേശത്തുള്ള വിവിധ കർഷകരുടെ കൂട്ടായ്മയിലൂടെ അത്തരം ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ വിളവ് ഇറക്കിയിട്ടുള്ള കൃഷിക്കാരുടെ അടുത്ത് നിന്ന് നല്ല രീതിയിലുള്ള ജൈവ പച്ചക്കറികൾ സംഭരിച്ച് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടു കൂടി ഇറക്കിയിട്ടുള്ള പല കൃഷിക്കാരും ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അവരിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള നല്ല പച്ചക്കറി സംഭരിച്ച് നമ്മുടെ പച്ചക്കറി മാർക്കറ്റിലൂടെ ഓണച്ചന്തയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു കർത്തവ്യമാണ് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ നാട്ടിൽ പരമാവധി കൃഷിക്കാർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഇത് പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം തന്നെ നല്ല പച്ചക്കറി, വിഷരഹിതമായ പച്ചക്കറി പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർവീസ് സഹകരണ ബാങ്കിന്റെ ഈ പച്ചക്കറി ചന്തകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും. എടത്തനാട്ടുകരയിലും അലനല്ലൂരിലും ഇന്നു മുതൽ ഞായറാഴ്ച മുതലും ഈ പച്ചക്കറി ചന്ത ഇവിടെ ആരംഭിച്ച് പ്രവർത്തിക്കുന്നതാണ്. എല്ലാവരും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ്. ബാങ്ക് അംഗമായ കൊഴിഞ്ഞുപോക്കൽ കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് 1 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ ജൈവ രീതിയിൽ പച്ചക്കറി കൃഷി നടത്തിയത്. മത്തൻ, ഇളവൻ, കയ്പ, പയർ, പീച്ചിങ്ങ, മുളക്, പടവലം തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്തത്. വിഷരഹിത പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന സന്ദേശവുമായി ബാങ്ക് തുടർച്ചയായി നടപ്പാക്കി വരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഓണക്കാല പച്ചക്കറി കൃഷിയും നടത്തുന്നത്. വിളവെടുക്കുന്ന പച്ചക്കറികൾ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്ന പച്ചക്കറി ചന്തകളിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും. ബാങ്ക് വൈസ് പ്രസിഡന്റ് അബ്ദുള്ള മാസ്റ്റർ, ഡയറക്ടർമാരായ T രാജകൃഷ്ണൻ, M ശ്രീധരൻ, ഷെറീന മുജീബ്, ജീവനക്കാരായ പ്രജീഷ്, രജിത്, സേതുമാധവൻ, അമീൻ, സഹകാരികളായ ധർമ്മപ്രസാദ്, സുബ്രഹ്മണ്യൻ, നികേഷ്, ഹരിദാസൻ, റഫീഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ബാങ്ക് സെക്രട്ടറി P ശ്രീനിവാസൻ പദ്ധതി വിശദീകരിച്ചു. വിവിധയിനം പച്ചക്കറികളുണ്ട്. മത്തന്, കുമ്പളം, പടവലം, വെള്ളരി, മുളക്, പയറ് ഉൾപ്പെടെയുള്ള ഓണത്തിനാവശ്യമായ ആരോഗ്യത്തിനാവശ്യമായ എല്ലാ ഈ പ്രാവശ്യത്തെ ഓണത്തോടനുബന്ധിച്ച് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും നടത്തുന്ന വിളവെടുപ്പ് മഹോത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ ബാങ്കിന്റെ പ്രസിഡന്റ്, ഡയറക്ടർമാർ, അതുപോലെ തന്നെ സഹകാരികൾ, അങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഈ നല്ല പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാരണം ഇത് നമ്മുടെ അലനല്ലൂർ പഞ്ചായത്തിലെ ഏറ്റവും നല്ല കർഷകനും നമ്മുടെ ബാങ്കിന്റെ ഏകാ സംഘവുമായിട്ടുള്ള ശ്രീ കൊഴിഞ്ഞുപോക്കൽ കൃഷ്ണേട്ടൻ ബാങ്കിന്റെ ധനസഹായത്തോടു കൂടി ഇറക്കിയിരിക്കുന്ന ഒരു പച്ചക്കറി തോട്ടമാണ്. ഒട്ടനവധി പ്രകൃതി പ്രശ്നങ്ങളും ക്ഷോഭങ്ങളും പന്നി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുവിധം കുഴപ്പമില്ലാത്ത രൂപത്തിൽ പച്ചക്കറി വിളയിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. 100% ജൈവ രൂപത്തിലാണിത് നമുക്ക് വിളയിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഓണം ഈ ജൈവ കൃഷി പച്ചക്കറി വിളവെടുപ്പിലൂടെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നമ്മുടെ ബാങ്കിന്റെ ചന്തയിലൂടെയൊക്കെ തന്നെ സാധാരണക്കാരന് ലഭ്യമാകുന്ന രൂപത്തിൽ വിൽപ്പന നടത്തി അലനല്ലൂർ പഞ്ചായത്തിലെ പ്രത്യേകിച്ച് സാധാരണക്കാരുടെ ഇടയിൽ ഈ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കി ഓണം ആഘോഷിക്കാനുള്ള ഒരു പശ്ചാത്തലമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്.